റോമിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക ആഗോള കത്തോലിക്ക സഭയുടെ സിംഹാസന പള്ളി കൂടിയാണ്. അത് നിർമ്മിച്ചിരിക്കുന്നത് വിശുദ്ധ പത്രോസ് ക്രൂര പീഡനങ്ങൾക്ക് വിധേയനായി കൊല്ലപ്പെടുകയും അടക്കം ചെയ്യപ്പെടുകയും ചെയ്ത വത്തിക്കാൻ നെക്രോപോളിസിന് മുകളിലാണ്. ഈ മഹാദേവാലയത്തിനടിയിൽ ബൃഹത്തായ പഴയകാല ബസിലിക്ക ഉണ്ടായിരുന്നുവെന്ന തിരിച്ചറിവിലേക്ക് ആധുനിക ലോകം എത്തിച്ചേർന്നത് സമീപകാലത്ത് മാത്രമാണ്. 1939 ഫെബ്രുവരിയിൽ കാലം ചെയ്ത 11-ാം പിയൂസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര കർമ്മത്തിനു ശേഷമാണ് മഹാദേവാലയത്തിന്റെ അടിയിലെ നിലവറ ഉപയോഗയോഗ്യമാക്കണം എന്ന നിർദ്ദേശം വന്നത്. പുരാതന ദേവാലയത്തിന്റെ ഭാഗമായ ഈ നിലവറയിലാണ് പരമ്പരാഗതമായി പരിശുദ്ധ പിതാക്കന്മാരെ സംസ്കരിച്ചു പോന്നിരുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ അവിടെയാണ് സംസ്കരിച്ചത്. പിന്നീട് ആ ഭൗതിക ശരീരം ബസിലിക്കയിലേക്ക് മാറ്റുകയായിരുന്നു. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയും അവിടെയാണ് സംസ്കരിച്ചത്. മരിയ മജോറോ ബസിലിക്കയിൽ സംസ്കരിക്കണമെന്ന് എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും ബസിലിക്കയ്ക്ക് അടിയിലുള്ള ഈ നിലവറയിൽ തന്നെയായിരുന്നു സംസ്കരിക്കേണ്ടിയിരുന്നത്. കുറച്ചു പേർക്ക് ഒരുമിച്ചുകൂടി ബലിയർപ്പണം സാധ്യമാകുന്ന വിധം ആ സ്ഥലം ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നേരിട്ട ഏറ്റവും വലിയ അസൗകര്യം 8 അടി മാത്രം ഉയരമുള്ള നിലവറയുടെ ഉയരക്കുറവ് തന്നെയായിരുന്നു. പരമ്പരാഗതമായ വിശുദ്ധ പത്രോസിന്റെ തിരുശേഷിപ്പ് വണങ്ങിപ്പോന്നിരുന്ന വിശുദ്ധ പത്രോസിന്റെ കല്ലറയോട് ചേർന്ന ആ ഇടം ബസിലിക്കയുടെ അടിയിലായതിനാൽ മുകളിലേക്ക് ഉയരം കൂട്ടാൻ സാധ്യമല്ല. പിന്നെ ഉണ്ടായിരുന്ന ഏക സാധ്യത തറനിരപ്പ് താഴ്ത്തുക എന്നതായിരുന്നു. അങ്ങനെ തറനിരപ്പ് താഴ്ത്തുന്ന ജോലി തുടങ്ങിയപ്പോഴാണ് അതിനടിയിലേക്ക് നിഗൂഢമായ ഏതോ ലോകത്തേക്ക് നയിക്കുന്ന ചില ഇടനാഴികളുടെ സാന്നിധ്യം പണിക്കാർ തിരിച്ചറിഞ്ഞത്. അവിടെ പ്രാചീന കാലത്തെ ശിലാനിർമ്മിതമായ ചില ശവപ്പെട്ടികൾ അവർ കണ്ടെത്തി. പിന്നീട് വത്തിക്കാൻ ബസിലിക്കയുടെ അന്നത്തെ കാര്യനിർവാഹകൻ മോൺസിഞ്ഞോർ ലുഡ്വിഗ് കാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഉദ്ഖനനങ്ങൾ ബസിലിക്കയുടെ നിലവറയ്ക്കും താഴെയുണ്ടായിരുന്ന പുരാതനമായ പഴയ ബസിലിക്കയുടെ അവശിഷ്ടങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നിട്ടു. കത്തോലിക്ക സഭ ഏറ്റവും പുണ്യമായി കരുതുന്ന തിരുശേഷിപ്പുകളെല്ലാം തന്നെ ഈ മഹാദേവാലയത്തിലെ വിശുദ്ധ പത്രോസിന്റെ തിരുശേഷിപ്പിന് ചുറ്റുമായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞിയുടെ രൂപത്തിന് മുകളിൽ കർത്താവ് മരിച്ച വിശുദ്ധ കുരിശിന്റെയും കർത്താവിനെ തറച്ച ആണികളുടെയും തിരുശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്നു. വിശുദ്ധ അന്ത്രയോസിന്റെ രൂപത്തിന് മുകളിൽ അദ്ദേഹത്തിന്റെ തലയോടിന്റെ തിരുശേഷിപ്പുണ്ട്. കുന്തമേന്തി നിൽക്കുന്ന ലൊങ്കിനോസിന്റെ രൂപത്തിന് മുകളിലാണ് കർത്താവിന്റെ തിരുവിലാവിൽ കുത്തിയ കുന്തത്തിന്റെ തിരുശേഷിപ്പ്. വേറോനിക്കയുടെ രൂപത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് കുരിശിന്റെ വഴിയിൽ കർത്താവിന്റെ തിരുമുഖം തുടയ്ക്കാൻ വേറോനിക്ക ഉപയോഗിച്ച തൂവാലയുടെ തിരുശേഷിപ്പാണ്. ബസിലിക്കയുടെ പ്രധാന അൾത്താരയെ മഹാസിംഹാസനത്തിന്റെ ന്യായാസനമായി രൂപകൽപ്പന ചെയ്തത് ജാൻ ലോറൻസോ ബെർണീനിയാണ്. പുരാതന കോൺസ്റ്റന്റൈൻ ബസിലിക്കയിൽ നിന്ന് കൊണ്ടുവന്ന 2 ആഫ്രിക്കൻ മാർബിൾ തൂണുകൾക്ക് നടുവിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഭീമാകാരമായ സിംഹാസനം, അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 7 മീറ്ററോളം ഉയരമുള്ള വെങ്കലത്തിൽ തീർത്ത പെട്ടിക്കകത്ത് ആനക്കൊമ്പിനാൽ അലങ്കൃതമായ ഓക്കുമരത്തിൽ തീർത്ത ഒരു കസേരയാണുള്ളത്. പുരാതന പാരമ്പര്യം പറയുന്നത് വിശുദ്ധ പത്രോസ് ആ കസേരയിലിരുന്നാണ് പഠിപ്പിച്ചിരുന്നത് എന്നാണ്. ആ പരിശുദ്ധ സിംഹാസനത്തിലിരുന്ന് സഭയെ നയിക്കാനുള്ള പരിശുദ്ധ പിതാവിനെ കണ്ടെത്താൻ പരിശുദ്ധാത്മാവ് തന്നെ കർദിനാൾമാരെ പ്രചോദിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ക്രൈസ്തവ ലോകം മുഴുവൻ.